മക്കളെ ഇന്ന് കുറച്ച് പൊണ്ണങ്കായ കിട്ടിയിട്ടുണ്ട്. മഴയൊക്കെ ഇന്ന് നല്ല കുറവുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് പപ്പടം പൊള്ളുന്നത് പോലെ പൊള്ളിച്ചുകൊണ്ട് നല്ല അടിപൊളി ഒരു ബജി ഉണ്ടാക്കാം. കായ ബജി, പൊണ്ണങ്കായ ബജി ഉണ്ടാക്കാം. അതിന് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മാവ് കലക്കി വെക്കാം. ഞാൻ കലക്കണത് പോലെ നിങ്ങൾ കലക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് കിട്ടണ പോലെയുള്ള വജി മൊരുമൊരേനെ വജി ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി കലക്കാം. ഞാൻ അതിന് വേണ്ടി 2 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. 250 ml 2 കപ്പ് കടലമാവാണ്. ഇനി നമുക്കിതിലൊരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്, നൈസ് അരിപ്പൊടിയാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ എരിവിനും കളറിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്കിതിലൊരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. മുളക് പൊടിയും അരിപ്പൊടിയും കടലമാവും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഇതൊക്കെ മിക്സാക്കി കഴിഞ്ഞ് നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കലക്കിയിട്ടെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ മക്കളെ, അല്ലെങ്കിൽ കൂടിപ്പോവും. നമ്മളിത് കലക്കുമ്പോഴേ ഒരു ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബജിക്കൊക്കെ മാവ് കലക്കുമ്പോൾ ദോശമാവിനേക്കാളും ഇച്ചിരി കട്ടിയിൽ വേണം കലക്കാൻ. അപ്പോഴാണ് നമ്മളെ ബജിയിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവം ശരിയാവുമോ? ഇഡ്ഡലി മാവിൻ്റെ പരുവം ശരിയാവും. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇല്ലമ്മ മറ്റേ കായ മുക്കിയിട്ടൊന്ന് മുക്കിയാൽ മതി. അതിൽ പിടിക്കുന്നുണ്ടോ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയാലും മതി അല്ലേ? അതായാലും മതി. കായ നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ട് മുക്കി നോക്കുക. അപ്പോൾ കായിൽ പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അപ്പം പാകം നോക്കി വെള്ളം ഒഴിച്ചാൽ മതി. ഇതായിട്ടില്ല കേട്ടോ, കണ്ടില്ലേ? ഇതിൽ വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല. പലതരത്തിലുള്ള മാവിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവാം. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അളവ് നോക്കി മുക്കിയാൽ മതി, കുഴച്ചാൽ മതി പറയുന്നത് അതുകൊണ്ടാണ്. ഈ ലെവലിൽ വേണം എടുക്കാൻ. ഇത് ലെവല് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ ലെവല് കണ്ടില്ലേ? ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി എന്താ പരിപാടി? ഇനി ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെയല്ല, ഇങ്ങനെ വെച്ച് കഴുകി, അപ്പോഴാണ് അഴുക്ക് പോവുക. ഇത് എവിടൊക്കെ കടന്നിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഈ പഴം തമിഴ്നാട്ടിലേ ഈ കായല്ലേ, തമിഴ്നാട്ടിലൊക്കെ ജ്യൂസ് അടിക്കും. പിന്നെന്താ സർബത്ത് ഉണ്ടാക്കും ഈ കായ വെച്ചിട്ട്. നമ്മളിവിടെ ഒന്നും ഈ കായ അങ്ങനെ മറ്റേ ഇതുണ്ടാക്കും ഉപയോഗിക്കില്ലല്ലോ നമ്മൾ. പഴ സർബത്ത് പറയും. ഇതിനി നമുക്ക് ഇതിൻ്റെ തലപ്പ് 2 മുറിച്ചെടുക്കാം. ഇങ്ങനെ കറുത്ത കളറൊക്കെ ചെത്തുന്നു. ഈ കറുത്ത കളറില്ല, അത് നമുക്കൊന്ന് ചെത്തിയെടുക്കാം. അത് നമ്മൾ കൊല കൊണ്ടുവരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരതിയിട്ട് കറക്കണതാണ്. വണ്ടിയിൽ ലോഡ് കയറ്റി കൊണ്ടുവരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരതുന്നതാണ്. നമുക്കിനി ഇത് കനം കുറച്ച് ചീള് പോലെ ചീകിയെടുക്കണം. ഞാനിതാ ഈ സാധനത്തിൽ വെച്ചിട്ടാണ് എടുക്കണത്. ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നല്ല അമർത്തി പിടിക്കണം കേട്ടോ, അപ്പോഴേ ഇത് കറക്റ്റാണ് വരുള്ളൂ. ഇങ്ങനെ അമർത്തി പിടിച്ച് ചീളണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ കനത്തിൽ എടുക്കുക. അപ്പം നമുക്ക് നല്ല ബജി ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും നമുക്ക് ഇതേപോലെ ചീകിയെടുക്കാം. കണ്ടില്ലേ? എന്ത് ഭംഗിയിലാണ് വന്നത്. ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. നല്ല അമർത്തി ചെയ്യാൻ മതി കേട്ടോ. ചീകുമ്പോൾ കൈ നോക്കണം കേട്ടോ മക്കളെ.
ഇതാ ഇതേപോലെ കണ്ടില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, കത്തി കൊണ്ട് നല്ല കനം കുറച്ച് ചീകി എടുത്താൽ മതി. ഇതാ ഇതേപോലെ. കണ്ടില്ലേ? ഇതേപോലെ ചീകിയെടുത്താൽ മതി. കത്തി കൊണ്ടെടുത്താലും കണ്ട നല്ല കനം കുറച്ച് നൈസിൽ ഇങ്ങനെ വരും. ഒക്കെ നമുക്കിനി ഇതേപോലെ ആക്കി എടുക്കാം. ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അത് മാറ്റി വെക്കുക. അല്ലമ്മ ചിലതൊക്കെ അങ്ങനെ വരും. ചെറിയ കായ ആയ കാരണമാണ്. ചെറിയ കായ ഇത് ചെറിയ കായല്ലേ? വലിയ കായ ആകുമ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഇതിൽ എല്ലാതും വരും. ഞാൻ ചോദിച്ചു തോലൊക്കെ കളയണം. തോലൊക്കെ കളഞ്ഞിട്ടുണ്ടാക്കണവരും ഉണ്ട്. വേണമെങ്കിൽ തോല് കളഞ്ഞിട്ടുണ്ടാക്കാം. ഈ തോലൊന്ന് കടിക്കാൻ കിട്ടും. വേകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനൊക്കെ ഞങ്ങൾ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ? എല്ലാതും നമ്മൾ ഇതേപോലെ കനം കുറച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിനി ഇത് പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്തൊക്കെ. ചട്ടി ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പൊരിക്കാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. മതി, അല്ലെങ്കിൽ പോവും പൊന്തി. ഇനി എണ്ണ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. വിറകൊക്കെ നനഞ്ഞിക്കണ്. അമ്മാതിരി മഴയല്ല ഇവിടെ പെയ്ത്. ഇന്നൊരു ഒഴിവുള്ളത് കൊണ്ട് കുഴപ്പമില്ല. എന്താ ലേശം വിറക് ഞാൻ ചാക്കിൽ വെട്ടി വെച്ചിരുന്നു, അതാണ്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഒരെണ്ണ എടുത്ത് മുക്കാം. മാവ് കലക്കുമ്പോഴേ ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തുക വേണം മാവ് ഇട്ടാൽ. മാവ് ഇത് കണ്ടില്ലേ ഒട്ടിയിരിക്കണത് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ? ഇട്ട ഉടനെ പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സൂപ്പറായിട്ട്. അയ്യവാ. കടലമാവ് വാങ്ങുമ്പോൾ നല്ല കടലമാവ് വാങ്ങണേ. അപ്പോഴാണ് നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. നമ്മൾ ബജി ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വാർന്നു പോട്ടെ. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തത് ഇട്ട് കൊടുക്കാം. ഇത് ഇനി പൊരിഞ്ഞ് വരട്ടെ മക്കളെ. അങ്ങനെ എല്ലാതും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബജി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അത് തിന്നാറായിട്ടില്ല. ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാണ്ട് നല്ല അടിപൊളിയായിട്ട്. എന്നിട്ട് തിന്നാം. അപ്പോഴത്തേക്ക് കൊതിയം വന്ന് തിന്ന്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്, വലിയുള്ളി. അത് നമുക്ക് ഈ മിക്സിയിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം ജാറിൽ. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞിടാം. ഇനി ഞാനിതിൽ ഒരു 4 നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകില്ലെങ്കിൽ കാന്താരി മുളക് എടുത്താലും മതി, ചീനമുളക്. നല്ല എരിവ് വേണമല്ലേ? ഇതിന് നല്ല എരിവ് വേണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും. നല്ല എരിവ് പറഞ്ഞാൽ നമുക്ക് തിന്നാനുള്ള എരിവ്. ഇനി നമുക്കിതിൽ ഒരു കാശ്മീർ മുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീർ മുളക് പൊടി. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുളി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇനി തിന്നാറായില്ലേ? ഇനി തിന്നോ. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ചമ്മന്തിയിൽ അങ്ങോട്ട് മുക്കി. അങ്ങനെ നമ്മുടെ കായ ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചമ്മന്തി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.